പുതിയ KPCC അധ്യക്ഷ പ്രഖ്യാപനം വൈകുന്നതിൽ ഹൈക്കമാൻഡിനെ അതൃപ്തി അറിയിച്ച് മുഖ്യമന്ത്രി. KPCCയും 5 DCCകളും നാഥനില്ലാ കളരിയെന്ന് VD സതീശൻ പറഞ്ഞു. CPIM BJP ആരോപണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുന്നത്. പ്രഖ്യാപനം ഇനിയും നീട്ടാൻ ചിലർ ബോധപൂർവ്വം ശ്രമിക്കുന്നു. ചർച്ചകൾക്കായി ഈ ആഴ്ച തന്നെ ഡൽഹിയിൽ എത്താമെന്ന് രാഹുൽ ഗാന്ധിയെ മുഖ്യമന്ത്രി അറിയിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് രാഹുൽ ഗാന്ധിയെ കാണും. അധ്യക്ഷ പദവിയെ ചൊല്ലി പാർട്ടി തലത്തിൽ ചർച്ച നടക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. അതൊക്കെ പാർട്ടി തലത്തിൽ അതിനൊക്കെ കൃത്യമായി നടക്കും. കേരളത്തിലെ ആദ്യത്തെ അനുഭവം അല്ലല്ലോ. ഏത് ഗവൺമെൻറ് വന്നപ്പോഴും ഇത് തന്നെ വന്നിട്ടുണ്ടോ? പാർട്ടി നേതൃത്വത്തിലിരുന്ന ആളുകളും മുഖ്യമന്ത്രിയായിട്ടുണ്ട്, മന്ത്രിമാരായിട്ടുണ്ട്, എല്ലാം ആയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇതിൻ്റെ ആവർത്തനം ഉണ്ടായിട്ടുമുണ്ട്. അത് പക്ഷേ വലിയ പ്രയാസങ്ങളില്ലാതെ തീരുമാനം ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസം എൻ്റെ പൂർവ്വകാല അനുഭവത്തിൽ നിന്ന് എനിക്കുണ്ടായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുകയാണ്. ശരത്ത്, KPCC അധ്യക്ഷൻ മന്ത്രിയായി, അതോടൊപ്പം പല DCC അധ്യക്ഷന്മാരും മത്സരിച്ച് MLA മാരായി. ഇനി ഈ മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ പാർട്ടി തലത്തിലുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാകൂ എന്നതാണ് മുഖ്യമന്ത്രി കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുന്നത്. രുചിച്ച് അതുതന്നെയാണ്. കാരണം KPCC അധ്യക്ഷനില്ലാതെ, അതായത് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് മുതൽ പൂർണ്ണസമയ KPCC അധ്യക്ഷൻ ഉണ്ടായിരുന്നില്ല. അത് KPCC അധ്യക്ഷൻ തന്നെ മത്സര രംഗത്തായിരുന്നു. അതിനുശേഷം KPCC അധ്യക്ഷൻ മന്ത്രിയായി, വൈദ്യുതി മന്ത്രിയായി. തുടർന്ന് KPCCയിലും അതേപോലെ തന്നെ 5 DCCകളിലും പ്രധാനപ്പെട്ട DCCകളിൽ DCC അധ്യക്ഷന്മാരൊക്കെ തന്നെ MLA മാരായി. സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് നാഥനില്ലാത്തൊരു കളിയിലെ പോലെയാണ് പാർട്ടി മുന്നോട്ട് നയിക്കപ്പെടുന്നത് എന്നാണ് VD സതീശൻ്റെ അഭിപ്രായം. അതിന് പ്രധാനമായും തനിക്കെതിരെ അല്ലെ VD സതീശൻ സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ പ്രതിപക്ഷത്തിന് CPM BJP അതുപോലെ തന്നെ നിരവധി നേതാക്കൾ VD സതീശനും സർക്കാരിനെതിരെ നിരന്ന് ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രതിരോധിക്കാൻ KPCC ഇല്ല എന്നതാണ് VD സതീശൻ ഹൈക്കമാൻഡിനെ അറിയിച്ചത്. കാരണം ഇത്രയായിട്ടും തമിഴ്നാട്ടിലും അതേപോലെ പഞ്ചാബിൽ പോലും KPCC അധ്യക്ഷനെ ഉടനടി വെച്ചു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം KPCC അധ്യക്ഷനെ വെക്കാനുള്ള ചർച്ചകൾ നീണ്ടു പോവുകയാണ്. കഴിഞ്ഞ തവണ KPCC അധ്യക്ഷനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് മുഖ്യമന്ത്രി VD സതീശൻ കേരള ഹൗസിൽ എത്തിയത്, ഡൽഹിയിൽ എത്തിയത്. എന്നാൽ അന്ന് വൈകിട്ട് 4 മണിക്കായിരുന്നു രാഹുൽ ഗാന്ധിയുമായും കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ചർച്ച നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അന്നാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. അതുകൊണ്ട് തന്നെ അന്നത്തെ ചർച്ച അന്ന് നടന്നില്ല. അതിനുശേഷം ചർച്ചകളൊന്നും നടക്കാത്തൊരു സാഹചര്യമാണ്. ബോധപൂർവം ചിലർ ഈ ചർച്ച നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. 6 മാസത്തേക്ക് KPCC അധ്യക്ഷൻ വേണ്ട, പ്രഖ്യാപനം നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ഗൂഢനീക്കം നടക്കുന്നു എന്നതാണ് VD സതീശിൻ്റെ പരാതി. ഏതായാലും ഇങ്ങനെ സർക്കാരിന് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല. കാരണം പാർട്ടി വേണം, പാർട്ടിയാണ് പ്രാധാന്യം എന്നാണ് ഇപ്പോൾ VD സതീശിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് എന്ന് വേണമെങ്കിൽ, നാളെ തന്നെ വേണമെങ്കിൽ, ചൊവ്വാഴ്ച വേണമെങ്കിൽ പോലും ഡൽഹിയിലെത്തി ചർച്ച നടത്താൻ താൻ തയ്യാറാണെന്ന് അദ്ദേഹം ദീപദാസ് മുൻഷിയും രാഹുൽ ഗാന്ധിയും അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതകൾ ഉണ്ടാവുമെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 2:30 മണിക്ക് രാഹുൽ ഗാന്ധിയെ കാണുന്നത്. നേരത്തെ 2:30 മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളുമായി പത്രസമ്മേളനം പത്രസമ്മേളനം വിളിച്ചതാണ്. അതിപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട്. 2:30 മണിക്ക് അദ്ദേഹം KPCC അധ്യക്ഷ അടക്കമുള്ള വിഷയങ്ങൾ രാഹുൽ ഗാന്ധിയുമായി ചർച്ച ചെയ്യും എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ തൻ്റെ മനസ്സിലുള്ള പേര് താൻ മാധ്യമങ്ങളോട് പുറത്തു പറയില്ല, അതൊക്കെ പാർട്ടി നേതൃത്വത്തോട് പറയുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഏതായാലും KPCC അധ്യക്ഷ ചർച്ച ഉടനത്തെ ചൂടുപിടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. VD സതീശൻ തന്നെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഹൈക്കമാൻഡിന് ഓണത്തിനോടനുബന്ധിച്ച് ഓണം കഴിഞ്ഞ ഉടനെ തന്നെ പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കേണ്ടി വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, അതേപോലെ തന്നെ ജോസഫ് വാഴക്കൻ, അതേപോലെ മാത്യു കുഞ്ഞാട് MLA അടക്കമുള്ള പേരുകൾ ആണ് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത്, ബെന്നി ബെഹനാൻ അടക്കമുള്ള. എന്നാൽ MLA-മാർ KPCC അധ്യക്ഷനാവേണ്ട എന്നത് മുരളീധരൻ രേഖാമൂലം തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് രാഹുൽ ഗാന്ധിക്ക് കത്ത് നൽകിയിരുന്നു, ദീപദാസ് മുൻഷിക്ക് കത്ത് നൽകിയിരുന്നു. MLA-മാർക്ക് അതാത് മണ്ഡലത്തിൽ പിടിപ്പിന് ജോലിയുണ്ട് എന്ന് ഫുൾ ടൈം KPCC അധ്യക്ഷൻ വേണമെന്നാണ് മുരളീധരൻ്റെ നിലപാട്. ഏതായാലും VD സതീശൻ്റെ കൂടി ചർച്ച അതൃപ്തി കൂടിയാകുമ്പോൾ എത്രയും പെട്ടെന്ന് KPCC അധ്യക്ഷൻ വരും, DCC പുതിയ അധ്യക്ഷന്മാർ വരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കോൺഗ്രസ് ആയതുകൊണ്ട് എപ്പോൾ കാര്യം നടക്കും എന്ന കാര്യത്തിൽ തീർപ്പ് പറയാൻ കഴിയില്ല. രുചീഷ്.